ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോമ്പ് തുറവിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ രണ്ടാമത്തെ ആങ്ങളുടെ അവിടെയാണ് തുറവി. അപ്പോൾ ഈ ഞായറാഴ്ച മൂന്നാമത്തെ ആങ്ങളുടെ അവിടെയാണ് കേട്ടോ. അവിടെ കൂടുന്ന തന്നെയാണ് ഇവിടെയും കൂടാനുള്ളത്. എന്നാലും കൂടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. രാവിലെ ഉണ്ട് നാത്തു വിളിക്കുന്നുണ്ട്, ആരെയും കൊണ്ടുവരാൻ വരണോ ചോദിച്ചാണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞേ ഓരോന്നും കത്തിരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ കൊണ്ടാക്കി തരാറിന് കണ്ട് രാവിലെ തന്നെ കൊണ്ടാക്കി തരാം കേട്ടോ. കുഞ്ഞുവിന് അന്ന് കുഞ്ഞുവിൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ തുറവിയുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞ് വരുന്നില്ല. അപ്പോൾ റോട്ടിൽ തന്നെ ഇറക്കി തന്നാണ്ട് പോവാട്ടോ. പെരൻ്റെ അവിടേക്ക് എത്തിയില്ല കേട്ടോ. ഇതാണ് ആങ്ങളുടെ വീട്, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന എൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു റോഡിൻ്റെ വക്കല്ല, പക്ഷേ എന്നാലും വണ്ടി ചെല്ലും അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമുക്കൊരു കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സ്വസ്ഥതയാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു കോക്ടെയിൽ ഉണ്ട് കേട്ടോ. അതിനെ ഒരു പീലി എന്നാണ് വിളിക്കണത്. നല്ല സന്തോഷം തരുന്നൊരു പക്ഷിയാണ് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾക്ക് അന്ന് ചെന്ന പോലെ തന്നെ പത്തിരി പണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഏകദേശം തേങ്ങ വറുക്കുന്നുണ്ട്, ചിക്കനൊക്കെ ഉള്ള സമൂസയ്ക്കുള്ള ഫില്ലിങ്ങൊക്കെ വാട്ടി റെഡിയാക്കണുണ്ട്. പിന്നെ ബീഫ് വെന്തിക്കണ്, അതിക്കുള്ള പച്ചക്കറികളൊക്കെ അരിയുന്നുണ്ട്. അങ്ങനെ പല പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. ഇവിടെ ബിരിയാണി വെപ്പിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പണികളൊന്നുമില്ല. വേറെയുള്ള ഇതൊക്കെ ഉണ്ടാക്കിയാൽ മതി, ഫുഡുകളൊക്കെ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കളിക്കായിരുന്നു കേട്ടോ. കള്ളനും പോലീസും ആങ്ങളെന്തോ സാധനം കൊണ്ടുവരാൻ പോകാൻ കേട്ടോ. നമ്മൾ പെരയിൽ പരിപാടി ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരും. ഞാനിപ്പോഴും പോലീസ് കള്ളൻ കള്ളൻ പോലീസാരാ ഉറപ്പിച്ചില്ലേ എന്റെ മാറ്റാൻ പോയിട്ടുണ്ടാവില്ല കേട്ടോ. കുറച്ചു നേരം ഓരോ കളി കണ്ടിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ടും കളിപ്പിച്ചൊക്കെ ഇരിക്കാൻ കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അധികം ജോലി ഇല്ലാത്തതുകൊണ്ട് കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. സായു പഴം തിന്നാൻ കേട്ടോ. ഒറ്റയ്ക്ക് തിന്നണ ഭയങ്കര ഇഷ്ടാട്ടോ. സാറ്റ് കളിച്ച് കള്ളനും പോലീസും കളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സൈക്കിൾ ഓട്ടലാട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ അവർക്ക്, അത് ഓവർലോഡൊക്കെ വെച്ച് പോവാണ്. അപ്പോൾ ഞങ്ങൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അടുക്കളയ്ക്ക് വന്നിട്ടോ. സമൂസ ഉണ്ടാക്കുന്നുണ്ട്, പത്തിരി ചുടുന്നുണ്ട്, ഒക്കെ പരത്തി വെച്ചതാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണ പണിയാണ് കേട്ടോ. എന്നാലും കുറേയൊക്കെ കൂടും, പക്ഷെ എന്നാലും അധികം വീഡിയോ എടുത്തോ എന്ന് പറയട്ടെ എന്നോട്. അപ്പം അങ്ങനെ വീഡിയോ എടുക്കണ പണിയാണ്. സമൂസ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സമൂസ ഉണ്ടാക്കിയതിൽ കുറച്ച് മസാല ബാക്കി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പാടെ തീരുമാനമിട്ട് മറ്റേ ഇറാനി പോള ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ഒരു തട്ടിക്കൂട്ടി ഇറാനി പോള ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയപ്പോൾ. അതിൻ്റെ ആളിൻ്റെ ആങ്ങളുടെ മോളാട്ടോ. പോല് കൂടിയാണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. പിന്നെ പഴംപൊരി ഉണ്ടാക്കി. ഇപ്പോൾ ജ്യൂസൊക്കെയുള്ള പൈനാപ്പിൾ കേട്ടോ, പൈനാപ്പിൾ ജ്യൂസാണ്. പിന്നെ മിൻറ്റ് ലൈം വേണം കേട്ടോ. അപ്പോൾ അതിക്കുള്ളതൊക്കെ ശരിയാക്കണുണ്ട്. 2 വിധം ജ്യൂസും പൊരിക്കടികളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. മിൻറ്റ് ലൈമും പൈനാപ്പിൾ ജ്യൂസും റെഡി ആയിക്കണ്. പിന്നെ ഫ്രൂട്ട്സ് വെക്കാനുള്ളതൊക്കെയുള്ള ഒക്കെ ചെത്തിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പൈനാപ്പിളും വത്തക്കയും ഒക്കെയാണ് കേട്ടോ. ബിരിയാണി എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങളെ ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് നാത്തുമാരൊക്കെ അത് ദമ്മൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ ടൈം ആയിക്കുന്നുണ്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കുകയാണ്. ഫ്രൂട്ട്സും പൊരിക്കടികളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എത്ര ഒരുങ്ങിയാലും ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ നമുക്കൊരു തിരക്കാവുമല്ലോ. അത് ഏത് വീട്ടിലും അങ്ങനെ തന്നെയാവും. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ. നല്ല പടയും കേട്ടോ ആ സമയത്ത്. അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ബാങ്ക് കൊടുക്കാൻ കുറച്ച് ടൈമും കൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ നാളെ പറഞ്ഞ പോലെ തന്നെ വലിയ പരിപാടിയൊന്നുമല്ല, പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി കൂടുക അങ്ങനത്തെ സന്തോഷമാണല്ലോ നമുക്ക്. ഇതിൻ്റെ ഉപ്പാൻ്റെ പെങ്ങളാണ് കേട്ടോ, ഇതിൻ്റെ ആങ്ങളെയാണ്.
അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ടൈം ആയിക്കണം, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് കൊടുത്തുട്ടോ. അപ്പോൾ കൊടുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്, നോമ്പ് തുറക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. ആണുങ്ങൾക്കുള്ള അകത്ത് വെച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളെ ഞങ്ങളെല്ലാവരും പുറത്തിരുന്നൊക്കെ കേട്ടോ, കുട്ടികളും പെണ്ണുങ്ങളൊക്കെ. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ, നാത്തുമാരും ഉമ്മയും അമ്മായിയും ഒക്കെ ഉണ്ട്, ആങ്ങളുടെ മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. ആ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ കടി കൊടുത്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആങ്ങളുടെ പേരക്കുട്ടിയാണ്, ഇതൊരു പേരക്കുട്ടിയാണ്. സന്തോഷമുള്ള ദിവസമല്ലേ. അപ്പോൾ ഓരൊക്കെ നിസ്കരിച്ച് വന്ന് ആണുങ്ങൾക്കുള്ള സെക്കൻഡ് ഫുഡ്, മെയിൻ ഫുഡൊക്കെ കൊടുത്തുട്ടോ. ഇത് ആങ്ങളുടെ പേരക്കുട്ടി കേട്ടോ, വലിയ കുട്ടി, നല്ല പാട്ടൊക്കെ പാടുന്ന നുമി ആണ് കേട്ടോ. അപ്പോൾ ഒരു പോകാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ, ഭക്ഷണമൊക്കെ കഴിച്ച്. അവൻ ബാക്കിക്കാണ് ടാറ്റ കൊടുക്കണം കാറിന് കേട്ടോ, അവൻ്റെ ഒപ്പം ഉണ്ടാ കാറിൽ. അപ്പോൾ അതിക്ക് ടാറ്റ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓല അങ്ങനെ സലാനൊക്കെ പറഞ്ഞ് പോയി കേട്ടോ. ഓല് പോയതിൻ്റെ ബാക്കിൽ തന്നെ പിന്നെ കുഞ്ഞ് വന്നു കേട്ടോ, ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കുഞ്ഞിനൊന്നും തുറവുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുഞ്ഞ് ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്ട് വന്ന് ഞങ്ങളും പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സായുവിനെയും മിന്നുവിനെയും അവിടെ കൊണ്ടാക്കിയിട്ട് നെല്ലിക്കുത്തന്നെ, ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഓലെ അവിടെ കൊണ്ട് ആക്കിയിട്ട് ഞങ്ങൾക്ക് പെരയിക്കണം പോരാ വിചാരിച്ചാണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ താമരശ്ശേരി എത്തി. താമരശ്ശേരി ഞങ്ങളെ പള്ളിയാണിത് കേട്ടോ. ഓളെ വീടാണ് നെല്ലിക്കുത്താണ്. അപ്പോൾ ഓളെ അവിടെ ആക്കി ഒന്നകത്തേക്കൊന്നും കയറിയാണ്ട് ഇറങ്ങി കേട്ടോ. ആക്കി കൊടുത്താണ്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ പെരയിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.